ബഹുമാന്യനായ ശ്രീ കെ എൻ കുഞ്ഞഹമ്മദ്, പ്രിയപ്പെട്ട സാഹിരി സർ, സലാഹുദ്ദീൻ, ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല, വേദിയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും, ഗ്രന്ഥകർത്താവ് അടക്കമുള്ളവർ, പ്രിയ സഹോദരി സഹോദരന്മാർ, ഒരു ജീവിതം മുഴുവൻ ഫാസിസ്റ്റ് ആശയങ്ങൾക്കെതിരായി അസന്നിഗ്ധമായ പോരാട്ടം നടത്തുന്ന ഒരു മഹാമനീഷിയാണ് ഇവിടെ ഈ പുസ്തകത്തിൻ്റെ പ്രസാധനം നിർവഹിച്ചത്. പ്രൊഫസർ കെ എൻ കുഞ്ഞഹമ്മദ് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഫാസിസ്റ്റ് ആശയങ്ങളുടെ പ്രത്യയശാസ്ത്ര വക്താക്കളുടെ പേടി സ്വപ്നമാണ്. മനുഷ്യനെ ആണ് അദ്ദേഹത്തെ പോലുള്ള മനീഷികൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ നിരവധി പുസ്തകങ്ങൾ നമ്മൾ വായിച്ചാൽ തന്നെ അത് വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെ മഹാനഷ്ടമാണ്. സീത ജയ് ശ്രീരാം എന്ന് വിളിക്കില്ല, ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിലാണ്. വാക്കുകൾ പൂക്കുന്ന കാലം, സാഹിത്യം, സംസ്കാരം, സംവാദങ്ങളുടെ ലോകം, ഇങ്ങനൊരു 10-25 പുസ്തകം. എത്ര സാറ്? 25-അപ്പുറം. ഇതൊരെന്താ കാണിക്കുന്ന ഒരു പുരുഷായുസ് മുഴുവൻ ഇദ്ദേഹം ഫാസിസ്റ്റ് ആശയങ്ങളോട് വളരെ വിജ്ഞാനപ്രദമായിട്ട് സംവാദത്തിലേർപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളുടെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, മതപരമായ, സാമ്പത്തിക മേഖലയിലെ കാര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് സത്യസന്ധമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിൽ പ്രത്യേക ധൈര്യം വേണം, അസാമാന്യ ധൈര്യം വേണം. കാരണം ഇരുട്ട് മൂടിയിട്ടുള്ള ഇന്ത്യ, ആ ഇരുട്ട് മൂടിയിട്ടുള്ള ഇന്ത്യയിൽ ഈ ഗ്രന്ഥകർത്താവ് നീളെ തുഴഞ്ഞ ദൂരങ്ങൾ എന്നുള്ളൊരു പുസ്തകം ശ്രീ അബ്ദുൽ ലത്തീഫ് എഴുതുമ്പോൾ അതിനും വേണം ഒരു ധൈര്യം. എഴുത്തുകാരന് ആവശ്യമായിട്ടുള്ളത് ധൈര്യമാണ്. ധൈര്യം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം. ഞാൻ കഥാകാരനെയും നോവലിസ്റ്റുകളെന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ ഈ സർവീസ് സ്റ്റോറി അല്ലെങ്കിൽ തത്വചിന്ത, അങ്ങ് ചരിത്രമൊക്കെ എഴുതുന്ന ആൾക്കാർ. അസാമാന്യമായ ധൈര്യം വരുന്നത് ആശയ ദൃഢതയിൽ നിന്നാണ്, ലക്ഷ്യബോധത്തിൽ നിന്നാണ്, ആത്മവിശ്വാസത്തിൽ നിന്നാണ്, ശുഭാപ്തി വിശ്വാസത്തിൽ നിന്നാണ്. നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ നിലപാടുകളിൽ നിന്ന് അണുകിണ വ്യതിചലിക്കാത്ത ഒരു വ്യക്തിത്വമുള്ളവർക്ക് ഈ പറയുന്ന ആശയ ദൃഢതയും ലക്ഷ്യബോധവുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ തന്നെ ആ നിലപാടുകളിലേക്ക് എത്തണമെങ്കിൽ ഗഹനമായിട്ട് കാര്യങ്ങൾ പഠിക്കണം, അതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് അപഗ്രഥനം നടത്തണം. അപ്പം അതൊരു ജീവൻ പോലും അപകടത്തിലാകുന്ന രീതിയിലാണ് ഇവരൊക്കെ എഴുതുന്നതും സംസാരിക്കുന്നതും. സാറാണെങ്കിൽ കേരളം മാത്രമല്ല ഇന്ത്യയിലൊട്ടുക്ക് നടന്ന് സംസാരിക്കുന്ന ആളാണ് പ്രൊഫസർ കെ എൻ കുഞ്ഞഹമ്മദ്. ശ്മശാനങ്ങൾക്ക് സ്മാരകങ്ങളോട് പറയാനുണ്ട് എന്നൊരു പുസ്തകമുണ്ട്. ഗുജറാത്ത് കലാപത്തിന് ശേഷം എഴുതിയ പുസ്തകമാണ്. അവിടെ അദ്ദേഹം പോയി, കടമ്മനിട്ട രാമകൃഷ്ണൻ, അദ്ദേഹവും വേറെ ഒരു സാഹിത്യ മനീഷിയും ഉണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ഭീകരതയൊക്കെ കണ്ടുകൊണ്ട് എഴുതിയതാണ് ശ്മശാനങ്ങൾക്ക് സ്മാരകങ്ങളോട് പറയാനുള്ളത്. പക്ഷെ ഇന്ത്യക്കാർക്കൊരു കുഴപ്പമുണ്ട്. ഇപ്പോൾ ലത്തീഫ് എഴുതിയിട്ടുള്ള ഈ നീളെ തുഴഞ്ഞ ദൂരങ്ങൾ ആയാലും ഇദ്ദേഹത്തെ പോലെ പ്രൊഫസറെ പോലെയുള്ള മഹാചരിത്രകാരന്മാരും താത്വിക ചിന്തകന്മാരും ഒക്കെ എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ അനവധി ഉണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യക്കാർക്കുള്ള കുഴപ്പം ഇന്നലെ നടന്ന സംഭവം ഇന്ന് മറക്കും. മറവി പിടികൂടിയിട്ടുള്ള വലിയൊരു ജനതയാണ് ഈ ഇന്ത്യയിലെ ജനത. ആ മറവി ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും മറക്കപ്പെടുന്നത്, വിസ്മൃതിയിലാകുന്നത് ചരിത്രമാണ്. ആ ചരിത്രം വിസ്മൃതിയിലാകുമ്പോൾ ജനാധിപത്യമില്ല. ചരിത്രം വിസ്മരിക്കപ്പെടുമ്പോൾ ഫാസിസം വളരും, ഏകാധിപത്യം വളരും, അഴിമതി വളരും, അനീതിയും അധർമ്മവും വളരും. ഈ മനുഷ്യകുലം എങ്ങനെ ഈ തരത്തിൽ നമ്മളെപ്പോലെയുള്ളൊരു മനുഷ്യകുലമായി പരിണമിച്ചു എന്നുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ 10,000-കണക്കിന് കൊല്ലങ്ങളുടെ ചരിത്രം പരിശോധിക്കേണ്ടി വരും. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ ഓർമ്മകളെ മിനുസപ്പെടുത്തിക്കൊണ്ടതിന് മൂർച്ചയേകാൻ നമ്മൾ ശ്രമിക്കുന്നില്ല.
മറവികൾക്കെതിരായിട്ടുള്ള ഓർമ്മകളുടെ സമരമാണ് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരമെന്ന് ലോകപ്രശസ്ത സാഹിത്യകാരൻ മിലൻ കുന്ദേര നമ്മളോട് ഓർമ്മിപ്പിച്ചു. മറവികൾക്കെതിരായിട്ടുള്ള ഓർമ്മകളുടെ സമരം, അതാണ് ശ്രീ കെയ്ൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളീയരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓർമ്മിക്കുക. ആ ഓർമ്മകൾ അപകടത്തിലാകുമ്പോഴാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ അഴിമതി സർവ്വവ്യാപകമാകുന്നത്. നമ്മുടെ പൊന്നാനി താലൂക്കിലായാലും, പൊന്നാനി താലൂക്ക് മുതൽ ഡൽഹി വരെയുള്ള പ്രദേശങ്ങളിലായാലും അഴിമതി സാർവജനീനമാണ്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം? ഏത് സ്വാതന്ത്ര്യമാണ് ഇവിടെ ഉള്ളത്? ഏത് ജനാധിപത്യമാണുള്ളത്? ഇതിൽ വിവരിച്ചിട്ടുള്ള ഒരുപാട് കഥകൾ, ഒരുപാട് സംഭവങ്ങൾ നോക്കിയാൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അർത്ഥം നമ്മളെങ്ങനെ മനസ്സിലാക്കണം? ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി 10ഉം 15ഉം പ്രാവശ്യം താലൂക്ക് ഓഫീസും വില്ലേജ് ഓഫീസും കയറി ഇറങ്ങുന്ന ഒരു പൗരനുള്ള രാജ്യത്ത് എന്ത് സ്വാതന്ത്ര്യം? അങ്ങനെയുള്ള പൗരസമൂഹത്തിനെ വളർത്തിയെടുക്കുന്നതാരാ? ഈ രാജ്യത്തിലെ പൗരസമൂഹം തന്നെ. പ്രതികരിക്കാത്ത പൗരസമൂഹം, അനീതിയും അധർമ്മവും കണ്ടാൽ ഒരു വിധത്തിലുള്ള പ്രതികരണശേഷിയുമില്ലാതെ നിസ്സംഗരായി നിശബ്ദരായിട്ടിരിക്കുന്ന ജനത. അങ്ങനെയല്ലല്ലോ മഹാത്മാവ് ജനിച്ച ഈ നാട്ടിൽ ആ കാലഘട്ടത്തിലെ ജനത ഉണ്ടായിരുന്നത്. മഹാത്മാവിൻ്റെ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ സമകാലികരുടെ കാലഘട്ടത്തിലും പ്രതികരണശേഷിയുടെ ഉത്തുംഗ സ്ഥായിലായിരുന്നില്ല ഇന്ത്യൻ ജനത. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ട് മാത്രമല്ല, രാജ്യത്ത് നടക്കുന്ന സാമൂഹിക അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ, ഈ അസഹിഷ്ണുതയ്ക്കെതിരെ എപ്പോഴും പോരാടിക്കൊണ്ടല്ലേ സ്വാതന്ത്ര്യ സമരം നടത്തിയതും സ്വാതന്ത്ര്യം നേടിയതും. ആ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന് എന്തായി ഇന്നത്തെ സ്ഥിതി? എങ്ങനെ അഴിമതി വളർന്നു വരുന്നു? സർക്കാർ ചെറിയൊരു ഓഫീസ് മുതൽ അങ്ങ് ഡൽഹിയിലിരിക്കുന്ന അധികാര സോപാനത്തിൻ്റെ ഏറ്റവും ഉത്തുംഗഭാവത്തിൻ്റെ ഓഫീസിൽ വരെ എങ്ങനെ അഴിമതി വരുന്നു? 25,000 കോടി ഡോളർ കൈക്കൂലി കൊടുത്തുകൊണ്ട് അമേരിക്കൻ സാമ്പത്തിക ഘടനയെപ്പോലും വിലയ്ക്ക് വാങ്ങുന്ന ഒരു മൾട്ടിനാഷണൽ വ്യവസായി ഇന്ന് ഇന്ത്യയിൽ രാജ്യം ഭരിക്കുകയാണ്. അമേരിക്ക അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അയാളാണ് ഇന്ത്യൻ ഭരണാധികാരിയുടെ അടുത്ത തോഴൻ. അഴിമതി എങ്ങനെ വളരാതിരിക്കും? ഇന്ത്യൻ ജനത പ്രതികരിക്കുന്നുണ്ടോ? ഒരു മനുഷ്യൻ തൻ്റെ മകന്റെ കല്യാണം 5000 കോടി രൂപ മുടക്കിക്കൊണ്ട് ഈ രാജ്യത്ത് ആഘോഷിച്ചു. 140 കോടി ജനങ്ങളിൽ മാർക്ക് സുക്കൻബർഗിന്റെ കണക്ക് പ്രകാരം 80 കോടി ജനങ്ങൾക്ക് ഫേസ്ബുക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഫേസ്ബുക്കിലൂടെ നിങ്ങളും ഞാനും റീൽസ് കണ്ടു. ഇദ്ദേഹത്തിൻ്റെ മകന്റെ വിവാഹം റീൽസ് കണ്ട് ആഹ്ലാദിച്ചു, കൈയടിച്ചു. പക്ഷെ ഓർത്തില്ല, ഇന്ത്യൻ ജനതയിൽ 35% അമർത്യാസെന്നിന്റെ കണക്ക് പ്രകാരം ഇപ്പോഴും 2 നേരത്തെ ഭക്ഷണം കഴിക്കാത്ത ജനതയാണ്. എവിടെ സ്വാതന്ത്ര്യം? എവിടെ ജനാധിപത്യം? അപ്പൊ അഴിമതിയല്ലേ പെരുകുന്നത്? എങ്ങനെ വ്യാപകമായ അഴിമതിയും അധർമ്മവും നിലനിൽക്കുന്ന സമൂഹത്തിൽ ബഹുരാഷ്ട്ര കുത്തകകൾക്ക് ഇന്ത്യൻ അധികാരത്തിന് വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നു? ഈ ഉദ്യോഗസ്ഥന്മാരാണ് ബഹുരാഷ്ട്ര കുത്തകകളെ താലോലിക്കുന്നത്. ആ ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താൻ പറ്റാത്ത രാഷ്ട്രീയ നേതാക്കന്മാരുടെ നിശ്ചയദാർഢ്യമില്ലായ്മയാണ് ഈ രാഷ്ട്രത്തിനെ എങ്ങനെയാക്കിയത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതൊന്നും ഒഴിഞ്ഞു മാറാൻ പൗരബോധമുള്ള ഒരു വ്യക്തിക്കും സാധ്യമല്ല. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ് ഇന്ത്യൻ സമൂഹത്തിനെ ജീർണിപ്പിക്കുന്നത്. രാഷ്ട്രീയം എന്നുള്ളത് രാഷ്ട്രത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതാണ് ഗാന്ധിജി പഠിപ്പിച്ച രാഷ്ട്രീയം. ഇന്ന് രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ഓരോരുത്തരുടെ പ്രാദേശിക പാർട്ടി ഏതാണോ അതിൻ്റെ രാഷ്ട്രീയം പറയുന്നത്. സമൂഹത്തിൻ്റെ സദാചാരം എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടിയുടെ സദാചാരമായി മാറി. രാഷ്ട്രീയ പാർട്ടിയുടെ സദാചാരം എന്താണോ അതാണ് സമൂഹത്തിൻ്റെ സദാചാരം എന്ന രീതിയിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ സ്വാഭാവികമായും അഴിമതി വളരുകയില്ലേ? ഇവിടെ ഇദ്ദേഹം DRDA വർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വ്യത്യസ്ത വകുപ്പുകളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം കയറിയിരിക്കുന്ന ഒരു സീറ്റിലേക്ക് കയറിയിരിക്കാൻ മോഹിച്ചിട്ടുള്ള ഒരു വലിയ ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ ഉണ്ടായിരുന്നു. ആ സീറ്റിൽ കയറിയിരുന്നാൽ പ്രത്യേക ആനുകൂല്യങ്ങൾ ഉണ്ടാകും. ജവഹർ യോജന പദ്ധതിയുടെ ആ പദ്ധതികൾ നടപ്പിലാക്കുന്ന മേഖലയിലേക്ക് വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിന് നോക്കി ഇത് എങ്ങനെയുള്ള ആളാണ്. അപ്പോൾ ഓരോ സീറ്റിനും ഓരോ, നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെയുള്ള ഈ അന്യായമായ മൂല്യങ്ങളുണ്ട്. ഒരു സീറ്റിലിരുന്നാൽ 1 മാസം ഇത്ര ഉണ്ടാക്കാം. ആരുണ്ടാക്കി ഈ സാഹചര്യം? പ്രതികരിക്കാത്ത ജനത.
ഗാന്ധിജി പഠിപ്പിച്ചത് പ്രതികരിക്കാനാണ്. പൂർവ്വസൂരികളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പഴയകാല നേതാക്കന്മാരും ഒക്കെ പഠിപ്പിച്ചത് പ്രതികരിക്കാനാണ്, അനീതിക്കെതിരെ പോരാടാൻ. ഇന്ന് ആരും ഒന്നും ചെയ്യുന്നില്ല. കാരണം പ്രതികരിച്ചാൽ, പോരാടിയാൽ അവനവന് പലതും നഷ്ടപ്പെടും. അപ്പോൾ വീടുകളിലെ ഡ്രോയിങ് റൂമിലിരുന്ന്, അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലിരുന്ന്, അല്ലെങ്കിൽ സുഹൃത്ത് സദസ്സുകളിലിരുന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരിരുന്ന് കുറ്റം പറയും. ഇന്ത്യയിലെ ഭൂരിഭാഗവും റോട്ടിലേക്ക് ഇറങ്ങി സമരത്തിന് ആരുമില്ല. ഗാന്ധി അതല്ല ചെയ്തത്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ നേതാക്കന്മാർ അതല്ല ചെയ്തത്. ഗാന്ധി ഇന്ത്യ മുഴുവൻ നടന്നു എന്ന് പല സ്ഥലത്തും നടക്കും, തീവണ്ടിയിൽ പോകും, അങ്ങനെയൊക്കെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. അപ്പോൾ ഗാന്ധിക്ക് സഞ്ചരിക്കാൻ വേണ്ടി ബിർള ചിലപ്പോൾ ഒരു 1000 രൂപ കൊടുക്കും. അന്നത്തെ 1000 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അതിൻ്റെ മൂല്യം ആലോചിച്ചാൽ മതി, ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ മൂല്യമാണ്. തിരിച്ചു വന്നാൽ ഗാന്ധി ഒരു പോസ്റ്റ് കാർഡിൽ കത്ത് എഴുതും, 10 പൈസ ചായ, 10 പൈസ എന്തെങ്കിലും ഭക്ഷണം, അങ്ങനെ 1000 രൂപയുടെ കണക്കെഴുതി ബിർളയ്ക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ബിർള വയ്ക്കും, മഹാത്മാവ് എനിക്കെന്തിനാ കണക്ക്? അത് ധാർമ്മികതയാണ്. ഇന്ന് കോടികൾ വിരിച്ചാലും കണക്കില്ല. അഴിമതി വളരാതിരിക്കുമോ? എങ്ങനെ മൂലധന ശക്തികൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാഗതയെ നിർണ്ണയിക്കുന്നു? എന്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാഗതയെ നിർണ്ണയിക്കുന്നത്? എങ്ങനെ ഈ വ്യാവസായിക മൂലധന ശക്തികൾക്കുള്ള പങ്കെന്താണ്? അവർക്ക് ആലവട്ടവും വെഞ്ചാമരവും വീശിക്കൊടുക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പങ്കെന്താണ്? ഒരു ദരിദ്രനാരായണനായ ഒരാൾ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കയറിയിറങ്ങാൻ 10-15 പ്രാവശ്യം കയറിയിറങ്ങി വരുമ്പോൾ ഒരു രാഷ്ട്രീയ സാമൂഹിക മത നേതാവിൻ്റെ ശുപാർശക്കത്ത് പോയിട്ട് പോയാൽ എന്തിനാ ഉദ്യോഗസ്ഥൻ്റെ മുട്ടുപറയ്ക്കുന്നത്? ഇത് ചോദ്യം ചെയ്യേണ്ടത് ജനങ്ങളല്ലേ? സാറ് പറഞ്ഞില്ലേ ചോദ്യം ചെയ്യാൻ. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ചെയ്യണമോ വേണ്ടയോ എന്നാണ്. ആര് ചോദിക്കും ചോദ്യം? ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം നിങ്ങൾ ആരുടെ ഭാഗത്താണ് എന്നാണ്. ഓരോ മനുഷ്യനും ഇന്ത്യയിൽ ആരുടെ ഭാഗത്താണ്? വെടികൊണ്ട് വീണ മഹാത്മാവിൻ്റെ ഭാഗത്താണോ, അത് വെടിവെച്ചവരുടെ ഭാഗത്താണോ? ഞാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ രാഷ്ട്രീയ നൈർമല്യം കാത്തുസൂക്ഷിച്ചിട്ടുള്ള മഹാരഥന്മാരുടെ ഭാഗത്താണോ, വർഗീയ മതജാതി കോമരങ്ങളുടെ ഭാഗത്താണോ? ആ ജാതിമത കോമരങ്ങൾക്ക് സ്തുതിഗീതം പാടുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഭാഗത്താണോ? അതാണ് ചോദിക്കേണ്ട ചോദ്യം. ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ കേരളത്തിലാണ് ഏറ്റവും മെച്ചപ്പെട്ടത്. ബാക്കിയുള്ള സംസ്ഥാനത്തൊക്കെ പോയാൽ അതിൻ്റെ ഏറ്റവും ജീർണിച്ച അവസ്ഥ നമുക്ക് നേരിൽ കാണാൻ പോയ സ്ഥലത്തൊക്കെ. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പോലും ഒരു സാധാരണക്കാരന് കാര്യങ്ങൾ നേടുന്നതിന് എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നു. ഒരു റോഡ് പണി നടന്നാൽ അത് അവസാനിപ്പിക്കണമെങ്കിൽ എത്ര മാസം എടുക്കും? ഇപ്പോൾ പൊന്നാനിയിൽ തന്നെ റോഡ് പണി നടക്കുന്നുണ്ട് പല ഭാഗത്തും. അതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കാലത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രതികരിക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെ അഴിമതിയില്ലാതെയാവുക? ഇദ്ദേഹം ഇത് എഴുതാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞാബദ്ധതയാണ് സമൂഹത്തിനോട്, ഇദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയാണ്. എല്ലാവർക്കും ഗാന്ധി ആവാനും പറ്റും, ഗാന്ധി ആവാൻ ആർക്കും പറ്റില്ല. പോട്ടെ, ഒരു പരിശുദ്ധമായ കർമ്മം ചെയ്യാൻ പലർക്കും പല രീതിയിൽ ചെയ്യാം. എഴുത്തിലൂടെ ചെയ്യാം, സംസാരത്തിലൂടെ ചെയ്യാം, ചിന്തയിലൂടെ ചെയ്യാം, ചിത്രം വരച്ച് ചെയ്യാം, ഡാൻസ് ചെയ്ത് ചെയ്യാം, പല രൂപത്തിലും ചെയ്യാം. പക്ഷെ പ്രതികരിക്കാൻ ആളില്ല. ആ പ്രതികരണശേഷി അറ്റുപോയിട്ടൊരു സംസ്കാരത്തിനെ ഇന്ത്യയിൽ വളർത്തിക്കൊണ്ടുവന്നത് ഈ മൂലധന ശക്തികളും മതമൗലികവാദികളും. അവരുടെ കൈപ്പടിയിൽ ഒതുങ്ങി രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരും ഉദ്യോഗസ്ഥ വൃന്ദവും. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെയും ഉപദേശിച്ച് നന്നാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഏറ്റവും നല്ല പണി അവനോ നന്നാവാന്ന്. എന്നാൽ വേറൊരു കുഴപ്പമില്ല. പ്രൊഫസർമാരൊക്കെ ഇതൊക്കെ റിട്ടയർഡ് പ്രൊഫസർമാരും ടീച്ചർമാർ ഒരു കുട്ടീനും ഉപദേശിച്ച് നന്നാക്കാൻ പറ്റില്ല. അപ്പം അവനാ നന്നാവാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ, നെവർ അഡ്വൈസ് എനിബഡി ഈവൻ ഇഫ് യു ആർ ആസ്ക്ഡ് ടു. നിങ്ങളോട് ഉപദേശിക്കാൻ പറഞ്ഞാൽ തന്നെ ഉപദേശിക്കണ്ടെന്നാ പറഞ്ഞു ക്രൈസ്റ്റ്. അപ്പൊ ഉപദേശത്തിന്റെ കാലമൊക്കെ പോയി. ഇവിടെ ഗുരുദേവൻ നടന്ന മണ്ണാണ്, അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും നടന്ന മണ്ണാണ്, വിവേകാനന്ദ സ്വാമി, മഹാത്മാ ഫൂലെ, അങ്ങനെ പല യുഗ പുരുഷന്മാര് നടന്ന മണ്ണിൽ എങ്ങനെ അധർമ്മവും അനീതിയും അരാജകത്വവും അസഹിഷ്ണുതയും വളർന്നു. ഇപ്പൊ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഏറ്റവും വലിയ തലതൊട്ടപ്പന്മാരുടെ ഇടയിൽ തന്നെ സമരം എന്തിനാ കണ്ടില്ലേ? നമ്മുടെ നാട്ടടക്കം കണ്ടില്ലേ സമരം? ഈഗോയിസ്റ്റിക് ട്രസിലാണത്. ഞാനാണോ നീയാണോ വലുത്, അതാ വിഷയം. സാമൂഹിക പ്രതിബദ്ധതയല്ലേ വേണ്ടത്? ജനങ്ങളെ ചോദ്യം ചോദിക്കാനില്ലേ? രാജേന്ദ്രപ്രസാദ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് വിക്ടോറിയ ടെർമിനസിൽ ബോംബെയിൽ അദ്ദേഹം ട്രെയിൻ ഇറങ്ങി വന്നിട്ട് ഒരു മീറ്റിങ്ങിന് പോവുക രാവിലെ.
അപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ട്രെയിൻ ഇറങ്ങിയാലും പ്ലെയിൻ ഇറങ്ങി വന്ന് ഹോട്ടലിലൊക്കെ കയറി ഡ്രസ്സൊക്കെ മാറ്റി നല്ല സൂട്ടും കൂട്ടൊക്കെ ഇട്ടിട്ട് എല്ലാവരും പോവും പ്രസംഗിക്കാനൊക്കെ നമ്മളൊക്കെ. പക്ഷെ രാജേന്ദ്ര പ്രസാദ് ആ കാലഘട്ടത്തിൻ്റെ കാലമാണ് ഞാൻ പറയുന്നത്. ബോംബെ ടെർമിനസിൻ്റെ മുന്നിലുള്ള റോഡിലുള്ള പൈപ്പ് വാട്ടറിൻ്റെ അടിയിൽ പോയിരുന്ന് ഷർട്ടും മുണ്ടും അഴിച്ച് ഒരു തോർത്തുണ്ടും ചുറ്റിയിട്ട് അദ്ദേഹം കുളിച്ചിട്ട് വേറൊരു ഷർട്ട് ഇട്ടിട്ട് പ്രസംഗിക്കാൻ പോയി. അങ്ങനൊരു കാലം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർക്കുണ്ടായിരുന്നു. ആ രാജ്യം എങ്ങനെയായത്? ആ രാജ്യമില്ല. ഇവിടെ ഇദ്ദേഹത്തെ പോലെയുള്ള നല്ല സത്യസന്ധരായ വിശ്വാസതയുള്ള സുതാര്യത കാത്തു സൂക്ഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വളരെ ഉണ്ട്, പക്ഷെ ശതമാനത്തിൽ കുറവാണ്. എന്നാൽ അന്യായവും അനീതിയും നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താൻ പറ്റുന്നൊരു വിഭാഗമുണ്ട്. ഭരണാധികാരികൾ, നട്ടെല്ലുള്ള നെഞ്ചുറപ്പുള്ള ഭരണാധികാരികൾ. പഴയ രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരെ ഒന്ന് എടുത്തു നോക്കും, ഒരു 30 കൊല്ലം മുന്നേ ഉള്ളത്. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, പല പാർട്ടികളിലെയും. എനിക്ക് എൻ്റെ നേരിട്ട് അനുഭവം പെട്ടിരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. ചില അധികാര പദവികളിൽ ഇരിക്കുന്ന ആളുടെ മുന്നിലൊന്നും ചീഫ് സെക്രട്ടറി പോലും ഇരിക്കില്ല. കാരണം അവർ പൊളിറ്റിക്കൽ വിൽ പവറുള്ള നേതാക്കന്മാരായിരുന്നു. അവർ അധർമ്മത്തിന് കൂട്ടുനിൽക്കാത്തവരായിരുന്നു, അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു മൂലധന ശക്തിയും അവരുടെ ഓഫീസിലേക്ക് കയറി ചെല്ലില്ല. എത്രയോ ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ തേട്ടി വരുന്നുണ്ട്. ആ കാലഘട്ടം ഇങ്ങനെ മാറി. അപ്പൊ ആ പൊളിറ്റിക്കൽ വിൽ പവർ നഷ്ടപ്പെടുമ്പോൾ അഴിമതി കൂടും. എന്ത് തന്നെ കംപ്ലൈന്റുകൾ അയച്ചാൽ, നേരത്തെ പറഞ്ഞല്ലോ, സാഗിർ സാർ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞല്ലോ, എന്ത് തന്നെ അഴിമതി നടത്തുന്നവനെയാണ് ഈ നിയമം സംരക്ഷിക്കുന്നത്. ഇന്ത്യൻ ജനതയുടെ മനസ്സിൻ്റെ ഒരു വിഭാഗീയത, ഒരു വിഭക്ത മനസ്സാണ് ഇന്ത്യൻ ജനതയ്ക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് താൻ നിലകൊള്ളുന്നത് എന്ന് ഇപ്പോഴും കൃത്യമായ ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സാമുദായിക ശക്തികളും മതശക്തികളും വളർന്നു വന്ന് രാഷ്ട്രീയത്തിനെയും സമൂഹത്തിനെയും കാർന്നു തിന്നുന്നു. അവരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ഭരണകൂടങ്ങൾ വളർന്നു വരുന്നു. ഇദ്ദേഹത്തെ പോലെ വേറൊരു പുസ്തകം എഴുതിയ ആളാണ് ജെസ്സി ജോസഫ്, ദ ഫീസ്റ്റ് ഓഫ് ദ വൾച്ചേഴ്സ് എന്നൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ലോകപ്രശസ്ത പുസ്തകമാണത്. 4-5-6 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട പുസ്തകം. ഇന്ത്യയിൽ നടക്കുന്ന സർവ്വ അഴിമതിയുടെയും കഥ പേരെടുത്ത് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നു. ഇദ്ദേഹവും കുറെ ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ 5-മത്തെയോ 6-മത്തെയോ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള മുകേഷ് അംബാനിയുടെ ഇറ്റാലിയ എന്നുള്ള പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്, അതിനെക്കുറിച്ചൊരു പ്രത്യേക അധ്യായം തന്നെ ആ പുസ്തകത്തിലുണ്ട്. അനധികൃത ഭൂമി കയ്യേറിയിട്ടുണ്ടാക്കിയിട്ടുള്ള വീടാണത്. ഇപ്പൊ പറയുന്നത് അതൊരു ഓർഫണേജ് നിൽക്കുന്ന സ്ഥലമായിരുന്നു, അവിടെയാണത് അവരെ മാറ്റിയിട്ട് പണിത് ഉയർത്തിയെന്ന് ആ പുസ്തകത്തിൽ പറയുന്നത്. ഇന്ന് അങ്ങനത്തെ ഉള്ള അംബാനിമാരുടെ കൈപ്പടിയിൽ ഒതുങ്ങിയ ഇന്ത്യ രാജ്യം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യ ഇസ് എ സോവറിൻ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് എഴുതിയിരിക്കുന്നത്. സോവറിൻ സെക്യുലർ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. ഈ രാഷ്ട്രത്തിൻ്റെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോഷ്യലിസം എന്നുള്ള വാക്കിനെ തന്നെ പിച്ച് ചീന്തി എറിയുന്ന മൂലധന ശക്തികളും ഭരണാധികാരി വർഗമുള്ള രാജ്യത്ത് ഈ ഭരണഘടനയിൽ വാക്കുവെച്ചിട്ട് എന്താ കാര്യം? അതിൽ മാത്രം മതിയോ വാക്ക്? ആ സമത്വവാദമല്ലേ സോഷ്യലിസം? ജനാധിപത്യം എന്ന് പറയുന്ന ഉജ്ജ്വലമായ സങ്കല്പം, സമത്വവാദം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് ഇവിടെ മലയാളത്തിലേക്ക് അത് തർജ്ജമ ചെയ്ത് സഖാവ് കെ ദാമോദരനാണ്. അപ്പൊ പേരിട്ടത് സമസൃഷ്ടിവാദമാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് എഴുതി പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല, അപ്പൊ അറസ്റ്റിലാവും അല്ലേ സാറേ? അപ്പൊ സമസൃഷ്ടിവാദം കേളപ്പനാണ് ഇത് പരിഭാഷപ്പെടുത്താൻ സഹായം കൊടുത്തത്. അപ്പൊ സമത്വവാദം എന്ന് പറയുന്ന ഉജ്ജ്വല സങ്കല്പം തന്നെ അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു വിരോധാഭാസം തോന്നുന്നില്ലേ? ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഒരു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ മത്സരിക്കാൻ പറ്റുമോ? ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, ഇപ്പൊ 3 എണ്ണം കഴിഞ്ഞല്ലോ, അവിടെ പോയി അന്വേഷിച്ചാൽ മതി എത്ര പൈസ ചെലവായിട്ടുണ്ടാവും. എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വേണം. ആര് കൊടുക്കുന്നു ഇത്? 2 തരം മാർഗങ്ങളാണ് പല തെരഞ്ഞെടുപ്പുകളും പല രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളും സ്വീകരിക്കുന്നത്. എങ്ങനെയാണ് ഈ അഴിമതി വളർന്നു വരുന്നതാണ് ഞാൻ കാണിക്കുന്നത്.
ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഗാന്ധി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഓരോരുത്തരും ആ കാലപ്പോൾ ആവണമെന്നില്ല, അതൊക്കെ കാലമൊക്കെ മാറി, കാലത്തിനനുസരിച്ച് മാറണം. പക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്നത് തങ്ങളുടേതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പ്രവർത്തനത്തിനും അനധികൃതമായിട്ട് സമ്പത്ത് സമ്പാദിച്ചിട്ടുള്ള ശക്തികളുടെ കയ്യിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നൊരു സമ്പ്രദായം ആവിർഭവിച്ചതോടുകൂടി അഴിമതിയുടെ വിഭാഗം വളർന്നു വന്നു. അഴിമതി വിഭാഗം വളർന്നു വരും. അപ്പോൾ അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കേണ്ടി വരും. മിക്കവാറും രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങൾ മുഴുവൻ സമ്പത്ത് ഈ സംഭാവന പിടിക്കുന്ന ഇത്തരം വിഭാഗങ്ങളുടെ കൈകളിൽ നിന്ന് ആദ്യം. അപ്പൊ ജനകീയത നഷ്ടപ്പെടുന്നു. ജനകീയത നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള വേണ്ടാത്ത പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടും. പ്രലോഭനങ്ങൾക്ക് നിങ്ങളെ വശംവദരാക്കാൻ നിങ്ങളുടെ ചുറ്റും ആ ജെസ്സി ജോസഫ് എഴുതിയ മാതിരി കഴുകന്മാരുണ്ട്. ആ പ്രലോഭനങ്ങളെ നിങ്ങൾ കടിമപ്പെടുത്തും. ആരും സ്ഥിതപ്രജ്ഞന്മാരൊന്നുമല്ലോ. ഭഗവത്ഗീതയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വ്യാസൻ സ്ഥിതപ്രജ്ഞൻ. സ്ഥിതപ്രജ്ഞൻ എന്ന് വെച്ചാൽ ദുഃഖം ഉണ്ടാകുമ്പോഴും സുഖം ഉണ്ടാകും ഒരേമാതിരിക്കുക. അധികം സന്തോഷിക്കുമ്പോണ്ട്, അധികം ദുഃഖിക്കുമ്പോണ്ട്. ബി ഇക്വാനിമസ് ഇൻ യുവർ മൈൻഡ്. സ്ഥിതപ്രജ്ഞനാവുക. അങ്ങനെയൊന്നും ഒരു രാഷ്ട്രീയ നേതാവിനും സാമൂഹിക നേതാക്കന്മാർക്കൊന്നും പറ്റില്ല. പഴയ കാലത്തെ രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരൊക്കെ സന്യാസിമാരുടെ ജീവിതം നയിച്ചത് കൊണ്ട് അവരൊക്കെ സ്ഥിതപ്രജ്ഞന്മാരായിരുന്നു. ആർക്കും അവരെ പ്രലോഭിപ്പിക്കാൻ പറ്റില്ല. ഇന്ന് ജനതയുടെ ചിന്ത മാറി. അപ്പൊ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വത്തിൻ്റെയും ചിന്ത മാറി, ഉദ്യോഗസ്ഥ നേതൃത്വത്തിൻ്റെയും ചിന്ത മാറി. സ്റ്റാൻ സ്വാമിയുടെ കഥ പറഞ്ഞു സാറ്. എന്തുകൊണ്ട് സ്റ്റാൻ സ്വാമിമാർ ഇന്ത്യൻ ജയിലിൽ വധിക്കപ്പെടുന്നു? എന്തുകൊണ്ട് നിരപരാധികളായിട്ടുള്ള 10,000-കണക്കിന് ജനതയ്ക്ക് ഒരു നിയമവും, കോടിക്കണക്കിന് ജനതയ്ക്ക് ഒരു നിയമവും, മൂലധന ശക്തികളായ 1% വരുന്ന മൂലധന ശക്തികൾക്ക് വേറൊരു നിയമവും? ഏത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചായി പറയുന്നത്? അവിടെ അഴിമതി വളരാതിരിക്കുക. എത്രയും എളുപ്പത്തിൽ എത്രയും പണം ഉണ്ടാക്കണമെന്നൊരൊറ്റ ചിന്തയാണ് പലർക്കും ഉള്ളത്. പ്രത്യേകിച്ച് യുവജന സമൂഹം ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നില്ല. വിവേകാനന്ദൻ പറയും, രക്തധമനികളിൽ ആവേശം തുളുമ്പുന്ന ചുടുചോരയൊഴുകുന്ന പ്രതിസന്ധികളെന്നും പ്രതിബന്ധങ്ങളെന്നും വിമുക്തമായ ഭാരതം സൃഷ്ടിക്കാൻ യുവാക്കളെ കടന്നു വരൂ. യുവത്വം എന്നുള്ളത് അണയാത്ത ജ്വാലയാണ്. ആ ജ്വാല കെടാതെ സൂക്ഷിക്കണം. എവിടെ യുവത്വം? ഇന്ന് യുവത്വം മുഴുവൻ വർഗീയ പ്രസ്ഥാനങ്ങളിലാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ യുവത്വം ഇല്ല. യുവത്വത്തിൻ്റെ പങ്ക് കുറവാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ. എല്ലാം അപകടകാരികളായ മതമൗലികവാദ പ്രസ്ഥാനങ്ങളുടെ ഭൂരിഭാഗം അംഗങ്ങളും യുവാക്കളാണ്. കൺമുന്നിൽ കാണാം ഇവിടെയൊക്കെ അടക്കം. അപകടം പിടിച്ച രീതിയത്. പഴയ കാലഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അണിനിരന്നത് മുഴുവൻ യുവത്വമാണ്. ആ യുവത്വത്തിന്റെ നേതാവായിട്ടാണ് വൃദ്ധനായ മോഹൻദാസ് നടന്നു വരുമ്പോൾ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ എഴുതിയത്. ഒരു മന്ദാലിനെ പോലെ അദ്ദേഹം കടന്നു വന്നു. ടാഗോർ പറഞ്ഞു, മഹാത്മാവ് കടന്നു വരുന്നു. സോക്രട്ടീസിനെ കുറിച്ച് പെരിക്കിൾസ് പറയും ഇത്തരത്തിലുള്ള ചില വാചകങ്ങൾ. സോക്രട്ടീസിന്റെ വരവിനെ കുറിച്ച്. ഗാന്ധി വന്നത് ദരിദ്രനാരായണന്മാരുടെ ഇടയിൽ നിന്നാണ്. സീത ചളിയിൽ നിന്നാണ് വന്നത്. ഭൂമി ഉഴുതുമ്പോൾ കിട്ടിയ ചളിയിൽ നിന്നാണ് സീതയെ കിട്ടിയത്. സീതയാണ് ഇന്ത്യൻ ഭരണാധികാരത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആദ്യത്തെ ചോദ്യം ചോദിച്ച് സാർ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ. മര്യാദ പുരുഷോത്തമ, നിങ്ങളുടെ മര്യാദ എന്ത്? ആത്മീയ ചോദിപ്പിക്കുന്നുണ്ട് സീതയെ കൊണ്ട്. അധികാരത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അന്യായത്തിനെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യം ചോദ്യം ചെയ്തത് സ്ത്രീയാണ്, സീത. അതാണ് ആദി കവി പഠിപ്പിച്ചത് ചോദ്യം ചെയ്യാൻ. ഇന്ന് ആര് ചോദ്യം ചെയ്യണം? പിന്നെ അഴിമതി വളരാതിരിക്കുക. ലത്തീഫ് സർവീസിലിരിക്കുമ്പോൾ എങ്ങനെ ഈ അഴിമതിക്കും അന്യായത്തിനുമെതിരെ പോരാടി എന്നുള്ളത് ആലോചിച്ച് നോക്കുമ്പോൾ അത്ഭുതാവഹമായൊരു കാര്യം അത്. അതിനാണ് നേരത്തെ പറഞ്ഞ ആശയദൃഢത, നിശ്ചയദാർഢ്യം, ലക്ഷ്യബോധം. ജീവൻ അപകടത്തിലാവും. ഞാനിപ്പോൾ അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു സംവിധാനത്തിനോടാണ് ഏറ്റുമുട്ടുന്നത്. സൂചനാപക്ഷപാതം, അധികാരപ്രമത്തത, സ്തുതിഗീതങ്ങൾ ചൊല്ലുന്നവർ, ഇവരൊക്കെയാണ് അധികാരത്തിൻ്റെ ഇടനാഴികൾ ഭരിക്കുന്നത്. സുരക്ഷിതത്വം കാക്കാൻ വേണ്ടിയിട്ട് മസിൽ പവറുള്ള സുരക്ഷാ ഭടന്മാരും എല്ലാവരെയും പോകുമ്പോൾ അടിക്കാനൊക്കെ അവരും ഉണ്ടാവും. അധികാരികളുടെ ചുല്ലും മസിൽ പവറുള്ളവരുണ്ടാവും, പണമുള്ളവരുണ്ടാവും. ഏത് അധികാരിയായാലും
ഫ്രാൻസിലെ ലൂയി 14 ചരിത്രം മുതൽ ഇന്ന് ഈ കാലഘട്ടത്തിലെ അധികാരികളുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോഴൊക്കെ തന്നെയാണ് സ്ഥിതി. പേരിലും ശൈലിയിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് മാത്രം. ജനങ്ങളുടെ ഉണർവുണ്ടാകുമ്പോഴേ ജനാധിപത്യം ഉണ്ടാവുകയുള്ളൂ. മഹാഭാരതത്തിൽ വ്യാസൻ പറയുന്നുണ്ട്, ജീവിത സംസാരത്തിന് അദ്ദേഹം ഒരു വൃക്ഷത്തോടാണ് ഉപമിക്കുന്നത്, മഹാവൃക്ഷത്തോട്. അങ്ങനെ അശ്വമേധ പർവ്വതത്തിലൊക്കെ എത്തുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സംസാര വൃക്ഷത്തിനെ അദ്ദേഹം ഉപമിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഈ വൃക്ഷത്തിലുള്ള അമൃതം മുഴുവൻ ഇല്ലായ്മ ചെയ്തിട്ട് വിഷവൃക്ഷമായിട്ട് വളർന്നു. ആ വിഷം ശ്വസിച്ചുകൊണ്ട് ജനത മുഴുവൻ നശിക്കാൻ തുടങ്ങി. മഹാഭാരതം അവസാനിക്കുമ്പോൾ ആരുമില്ല. പിന്നെ ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി അതല്ലേ? മലീമസമായ മനസ്സ്, സങ്കുചിതമായ മനസ്സ്. എല്ലാവരുടെയും വിചാരം ഞാൻ ഇന്ത്യക്ക് വലിയ ആളാണ്. ഓരോരുത്തരും ഈ ഇരിക്കുന്നവരും ഞാനും ഒക്കെ വിചാരിക്കുന്നത് എന്നേക്കാൾ വലുതല്ല ഇന്ത്യ രാജ്യം എന്ന്. എല്ലാവരും പറയും ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു. എന്ത് കാണണം? ഒന്നും കാണില്ല. പക്ഷെ എല്ലാവരും പറയതാണ്, ഞാനില്ലെങ്കിൽ എന്ത് ഞാൻ. അപ്പൊ അങ്ങനത്തെ വലിയൊരു ദിശാബോധം, ദർശനം സംഭാവന ചെയ്തിട്ടുള്ള നാട്ടിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഈ ഫയലുകൾ മുടങ്ങിക്കിടക്കുന്നത് മൂലം എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നു? ഒരു ചോദ്യവുമില്ലാത്തത് എന്തുകൊണ്ട്? ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ഞാനടക്കം എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇത്. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ആശങ്കകളും വ്യാകുലതകളും ഉണ്ടാകും മനസ്സിൽ. കാരണം നമ്മൾ സത്യത്തിൻ്റെ സുതാര്യതയുടെ ഭാഗത്ത് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പരിധികളുണ്ട് ഉത്തരം പറയാൻ. പക്ഷെ നമ്മുടെ ചിന്തകൾ നമ്മളോട് സംവദിക്കുന്ന രീതിയിൽ നമ്മൾ വളർത്തണം. നമ്മുടെ മനസ്സാക്ഷിയെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. അപ്പോഴാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം, ശാസ്ത്രിയുടെ കാലഘട്ടത്തിന് ശേഷം ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുള്ള ഭീമാകാരമായ അഴിമതികൾ. ഒരാൾക്കും ഒരു പ്രതികരണമില്ല. ഇന്ത്യക്കാരെ നിങ്ങൾ അഴിമതിക്കാരാവൂ എന്ന് പറഞ്ഞിട്ട് ഇലക്ടോറൽ ബോണ്ട് കൊടുത്തത്. എല്ലാവരോടും അഴിമതി ചെയ്താൻ പറഞ്ഞേക്കുക, ഇങ്ങോട്ട് തന്നേക്കൂ. എന്നിട്ട് ഇന്ത്യക്കാരൻ പ്രതികരിച്ചോ? അതിനു മുമ്പ് എത്ര കുംഭകോണങ്ങൾ നടന്നു ഇന്ത്യയിൽ കഴിഞ്ഞ 50 വർഷത്തിൻ്റെ ഉള്ളിൽ? ഒരാളെങ്കിലും പ്രതികരിച്ചോ? ഇന്ത്യൻ ജനത വേറൊന്ന് ചെയ്യുന്ന 5 കൊല്ലം മുമ്പ് കൂടുമ്പോൾ ഒന്ന് പ്രതികരിക്കും, അത് ചെയ്യും. പക്ഷെ അത് പോരാ. ജനാധിപത്യം എന്ന് പറഞ്ഞത് 5 കൊല്ലം കൂടുമ്പോൾ പ്രതികരിക്കുന്ന സംവിധാനമല്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നിത്യജീവിതത്തിലെ നൈതിക ബോധമാണ്. അങ്ങനെ പ്രതികരിക്കാനില്ല. അങ്ങനെ പ്രതികരിക്കുമ്പോഴാണ് ഈ അഴിമതി അവസാനിപ്പിക്കും. ചോദ്യം ചെയ്യാൻ ആളുള്ളപ്പോൾ അഴിമതി തന്നത്തെ അവസാനിക്കും. ഇപ്പൊ ചമ്രവട്ടം റെഗുലേറ്റർ പദ്ധതിയെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്, റോഡുകളുടെ പണികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ചോദ്യം ചെയ്യാൻ ആളുകൾ വേണം. ആ ആളുകൾക്ക് വേണമെങ്കിൽ പൗരബോധം ഉണ്ടാകണം, സാമൂഹിക ബോധമുണ്ടാകണം, രാഷ്ട്രബോധമുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ തുടക്കത്തിൽ സാറ് പറഞ്ഞ പോലെ വായന നമ്മളെ സഹായിക്കും. നമ്മൾ നേടിയെടുക്കുന്ന വിജ്ഞാനമാണ് നമ്മളെ ധൈര്യവാന്മാരാക്കുക, അല്ലെങ്കിൽ ഭീരുക്കളാകും. വി ആർ ആൾ വെരി ടിമിഡ് പേഴ്സണാലിറ്റീസ്. നമ്മളൊക്കെ വളരെ ചെറിയ മനുഷ്യന്മാരാണ്. പക്ഷെ ഓരോരുത്തരുടെയും ധാരണ നമ്മളെയൊക്കെ വലിയ ആളില്ല എന്നാണ്. അപ്പൊ മനസ്സിങ്ങനെ ചെറുതായി തുടങ്ങുക. പല പ്രധാനമന്ത്രിമാരും പ്രസംഗിക്കുന്ന മേരാ ഭാരത് മഹാൻ ഹേ അല്ലേ? ഏറ്റവും വലിയ നേതാവ്, ലോകം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ നേതാവ് മഹാത്മാവ് പ്രസംഗിച്ചത് അമാരാ ഭാരത് എന്നാണ്. അമാരാ ഭാരത് എന്ന് പോയിട്ട് മേരാ ഭാരത്തായി. സങ്കുചിതമാണ്, മനസ്സിങ്ങനെ ചുരുങ്ങുകയാണ്. മനസ്സിങ്ങനെ ചുരുങ്ങുമ്പോൾ തന്നിലേക്ക് മാത്രം എല്ലാം ഒതുക്കുക, ബാക്കിയൊന്നുമല്ല. അതല്ല ചിലർ പറയുന്നത് പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴും അതൊരു വാർഡിൽ മാത്രം സംഭവിച്ച കാര്യമില്ല എന്നൊക്കെ പറയുന്നു. മനസ്സിങ്ങനെ ചുരുങ്ങുകയാണ്. വേറെ കുറെ ദുരന്തങ്ങൾ നടന്നപ്പോൾ സാർ അതിൽ എഴുതിയിട്ടുണ്ട്, അതിങ്ങനെ റോഡിലൂടെ പോകുന്ന പട്ടികൾ ചത്ത പോലെയല്ലോ എത്രയുള്ളൂ ഗുജറാത്ത് കലാപം എന്ന വേറൊരാൾ പറഞ്ഞു. എന്തൊരു വൈരുദ്ധ്യമായിട്ടുള്ള മനസ്സത്. ഭീകരമായ മാനവിക വിരുദ്ധമല്ലേ ഇതൊക്കെ അല്ലേ? അപ്പൊ ഇത് നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് നിത്യേന കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ഈ അധർമ്മത്തിനെതിരെ പണം നേടിയെടുക്കാനുള്ള വ്യഗ്രത അതെല്ലാവരും കാണിക്കുന്നു. ഭൂരിഭാഗം ആൾക്കാരും അധാർമികമായ രീതിയിൽ പണം നേടിയെടുക്കുക. എന്നിട്ടോ പണം നേടിയെടുത്ത, അഴിമതിയിലൂടെ നേടിയെടുത്ത പണത്തിന്റെ നാണക്കേട് പണം കൊണ്ട് തന്നെ നികത്താമെന്നുള്ള പുതിയ ധനശാസ്ത്ര തത്വം കണ്ടുപിടിച്ച രാജ്യമാണ് ഇന്ത്യ.
അഴിമതിയിലൂടെ നേടിയെടുത്ത പണത്തിന്റെ നാണക്കേട് ആ പണം കൊണ്ട് തന്നെ നികത്താമെന്ന് കണ്ടുപിടിച്ച രാജ്യം. ഒരു റെയിൽവേ അപകടം ഉണ്ടായ സമയത്ത് റെയിൽവേ മന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭരിച്ച രാജ്യട്ടോ ഇത്, ജവഹർലാൽ നെഹ്റു. അരികുംഭമോണം നടന്നപ്പോ ഒരു ഉത്തരവാദിത്വമില്ലാതെ പങ്കാളിത്തമില്ലാതെ ആ ഭക്ഷ്യവകുപ്പ് മന്ത്രിയോട് ഗീവ് യുവർ റെസിഗ്നേഷൻ ലെറ്റർ എന്നാ പറഞ്ഞു പണ്ഡിറ്റ് നെഹ്റു. ഇന്ന് കൂടുതൽ അഴിമതി നടത്തിയാൽ കൂടുതൽ മന്ത്രിക്കാലമായിട്ട് അനുഭവിക്കാം. രാഷ്ട്രം എങ്ങനെ മാറി, സമൂഹം എങ്ങനെ മാറി. അപ്പൊ എല്ലാവർക്കും സ്വാർത്ഥത വളരുന്നു, സ്വജനപക്ഷപാത ചിന്താഗതി, തൻ്റെതായിട്ടുള്ള സുഖം മാത്രം. എന്നാൽ ഇന്ത്യ മുഴുവൻ പഠിപ്പിച്ചത് അധികാരത്തിനോട് ദൂരത്ത് നിൽക്കാനാണ്. ഒരു രാഷ്ട്രത്തിന് വേണ്ടി, ജനതയ്ക്ക് വേണ്ടിയിട്ട് അധികാരം വലിച്ചെറിഞ്ഞ ഒരു രാജ്യത്തിന്റെ ചരിത്രമാണ് രാമായണം. എ കൊറോണേഷൻ ഫോളോഡ് ബൈ ആൻ അബ്ഡിക്കേഷൻ എന്നാണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ രാമായണത്തെക്കുറിച്ച് എഴുതുന്നത്. കൊറോണേഷൻ ഫോളോഡ് ബൈ ആൻ അബ്ഡിക്കേഷൻ. സിംഹാസനത്തിലേറിയിട്ട് സിംഹാസനം വലിച്ചെറിഞ്ഞ ആളുടെ കഥ. ഇന്ന് കയറിയിരുന്ന പിന്നെ ഇറങ്ങില്ല. അപ്പൊ പിന്നെ അഴിമതി വളരാതിരിക്കും. എന്തുകൊണ്ട് ഈ മനോഭാവം വരുന്നു? ഈ പുസ്തകം വായിച്ചാലൊക്കെ നമ്മളെ ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകും. അംബാനിയുടെ 27 നിലയുള്ള വീട് കയറിക്കഴിഞ്ഞിട്ട് ആ വീടിന്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യയിലെ എല്ലാ എല്ലാ പ്രമുഖന്മാരെയും വിളിച്ചു. സിനിമ, സ്പോർട്സ്, രാഷ്ട്രീയം, പ്രധാനമന്ത്രി, പ്രസിഡന്റ് വരാൻ പറ്റില്ല, പ്രധാനമന്ത്രിയൊക്കെ വന്നു, അന്നത്തെ പ്രധാനമന്ത്രി അടക്കം. പത്രലേഖകന്മാരെയും വിളിച്ചു. അതിലൊരു പത്രലേഖകനായിരുന്നു ഈ ജെസി ജോസഫ്. അങ്ങനത്തെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും താഴ്ത്തു വന്നിരിക്കുകയാണ്. ഇവർ താഴ്ത്തു വന്നിരിക്കുമ്പോൾ ബോംബെയിലെ ബാൻഡ്രയിൽ പോയ എല്ലാവർക്കും കാണാം അംബാനിയുടെ വീടിൻ്റെ എതിർവശത്തെ കടല്. ആ കടലിൻ്റെ അപ്പുറത്ത് ഈ ചേരി നിവാസികൾ താമസിക്കുന്ന ചേരിക്കുട്ടിലുകളാണ്. അപ്പോൾ 7 മണി 7:30 ആകുമ്പോൾ പണി കഴിഞ്ഞിട്ട് തൂക്കുപാത്രം എടുത്തിട്ട് 100 കണക്കിന് ആൾക്കാർ അതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ പത്രലേഖകർ ഈ മണിമാളികയുടെ മാളികയൊന്നല്ല, ഏറ്റവും ഉയരം കൂടിയ ആ വീടാണ് ലോകത്തിലത്. അതിൻ്റെ പൂന്തോട്ടത്തിലിരിക്കുമ്പോൾ ഇവരുടെ വർത്തമാനം പറഞ്ഞു പോകുന്ന ശബ്ദം ജെസി ജോസഫ് അതിൽ എഴുതി. എന്താ അവരിങ്ങനെ നോക്കുകയാണ് ഈ ഉയർന്നു നിൽക്കുന്ന മാളികേനെ. എന്നാ ഇതൊക്കെ കാണാൻ പറ്റുക? ഈ തൂക്കുപാത്രം പിടിച്ചു പോകുന്നവരാണ് അത് പണിതത്. അതിൽ സിമെന്റ് ഇട്ടതും കല്ലിട്ടതും എല്ലാം അവർക്ക് പക്ഷെ കാണാൻ പറ്റില്ല അത്. അപ്പൊ ജെസി ജോസഫ് എഴുതുന്നത് എന്തു ജനാധിപത്യം. അപ്പൊ അവനെ ആ ധാരണയിൽ മാത്രം നിർത്തുക. നിനക്കിതേ വിധിക്കപ്പെട്ടിട്ടുള്ളൂ, നീ ഇതിൻ്റെ അപ്പുറത്ത് ചിന്തിക്കാൻ പാടില്ല. ചിന്തിക്കുമെന്ന് പറഞ്ഞവരാ ഗുരുദേവരും വിവേകാനന്ദനും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനൊക്കെ. ഇപ്പോഴത്തെ ആൾക്കാർ ചിന്തിക്കാനേ പാടില്ല എന്നാ പറയണം. ചിന്തിച്ചാൽ ജനാധിപത്യം വളരും, ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഫാസിസം വളരും. സാറ് ചിന്തിപ്പിക്കാനൊക്കെ എല്ലായിടത്തും നടന്ന് പ്രസംഗിപ്പിക്കുന്നു. ചിന്തിക്കുക. ആ ചിന്ത നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മാർട്ടിൻ നെയ്മുള്ളർ എഴുതിയതുപോലെ അവർ വന്നു ജനാധിപത്യ വിശ്വാസികളെ പിടിച്ചുകൊണ്ടുപോയി. ചുറ്റും നോക്കിയപ്പോൾ ആരുമില്ല പ്രതികരിക്കാൻ. അവർ വന്നു ക്രൈസ്തവ സമൂഹത്തിനെ പിടിച്ചുകൊണ്ടുപോയി, ആരുമില്ല പ്രതികരിക്കാൻ. അവർ വന്നു സോഷ്യലിസ്റ്റുകളെ പിടിച്ചുകൊണ്ടുപോയി, ആരും പ്രതികരിക്കാനില്ല. അവർ വന്നു കമ്മ്യൂണിസ്റ്റുകളെ പിടിച്ചുകൊണ്ടുപോയി, ആരും പ്രതികരിക്കാനില്ല. അവസാനം അവർ വന്നു എന്നെ പിടിച്ചുകൊണ്ടുപോകാൻ, ചുറ്റും നോക്കിയപ്പോൾ ആരുമില്ല. അതാകണ്ട സ്ഥിതി. ഹിറ്റ്ലറെ പാടിപ്പോഴ്ത്തി നടന്നിരുന്ന ആളാണ് നെയ്മുള്ളർ. പിന്നെ അവസാനം എഴുതരായിട്ട് എഴുതിയ കവിത അതുമാതിരി വരുമൊരു വരവ്. അഴിമതി അത്ര ഹിമാലയത്തിനേക്കാൾ ഉയരത്തിലാണ് നിൽക്കുന്ന ഇപ്പോൾ അഴിമതി. അപ്പൊ അഴിമതി, ഇന്നത്തെ ഇന്ത്യയുടെ അഴിമതിയെ വളർത്തുന്നത് ഭരണകൂട ശക്തികളും ഭരണവർഗവുമാണ്. അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവർ മാത്രമല്ല, ഇപ്പുറത്തിരിക്കുന്നവരും. അതിനെതിരായിട്ടൊരു സംസ്കാരമാണ് ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ വളർന്നത്. അല്ലെങ്കിൽ ഇതിഹാസങ്ങൾ എഴുതപ്പെട്ട കാലഘട്ടം അതിലൂടെ പറഞ്ഞതൊക്കെ അതൊക്കെ മാറി. അതൊക്കെ മാറുന്ന ഒരു മാറി ഭയാനകമായിട്ടൊരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ആദർശങ്ങളുടെ നക്ഷത്ര ശോഭയിൽ നിന്ന് നമ്മൾ തെന്നി മാറി. സൂര്യൻ പ്രഭാതത്തിൽ ചക്രവാളത്തിനെ ചുവപ്പിച്ചുകൊണ്ട് അതിങ്ങനെ ഉദിച്ചു വരുന്ന സമയത്ത് അത് കാണാൻ ഭംഗിയാണ്. പക്ഷെ നട്ടുച്ചയ്ക്ക് സൂര്യനൊരു ധൂമകേതുവിനെ പോലെ അനുഭവപ്പെട്ടാലോ? ഇന്നിപ്പോൾ ഇന്ത്യയുടെ സ്ഥിതി അതാ. ഉച്ചയാകുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കുക. എല്ലായിടത്തും ഇരുട്ട. ആ ഇരുട്ടിൽ പരസ്പരം തിരിച്ചറിയുന്നില്ല.
മനുഷ്യനെ പോലെ പരിഗണിക്കുന്നില്ല. മനുഷ്യനെ അപര സമൂഹത്തിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എൻ്റെ സമൂഹത്തിന് മാത്രം മതിയെല്ലാം, അവിടെയും അഴിമതി വളരുന്നു. എല്ലാം പ്രബല ശക്തികൾ ഒരു കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ആ കോൺട്രാക്റ്റിന്റെ വിഹിതം എത്ര പേർക്ക് അനുഭവപ്പെടുന്നു എന്നതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓരോ പലതരം കോൺട്രാക്റ്റുകളുടെ കാര്യത്തിൽ പറയുന്നുണ്ട്. എവിടെയൊക്കെ അതിന്റെ വിഹിതങ്ങൾ എത്തപ്പെടുന്നു, ഓരോ കസേരയിലേക്കും എത്രയെത്ര പോകുന്നു. ഇതൊക്കെ ഇന്ന് എത്ര ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം കഴിഞ്ഞ നാട്ടിൻ്റെ കഥയാണിത്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണ്ടേ, കൈക്കൂലി കൊടുക്കുന്നതും തെറ്റാണ്, വാങ്ങുന്നതും തെറ്റാണ്. നമ്മളൊക്കെ കാഷ്വൽ ഡയലോഗിൽ പറയും. ശ്രദ്ധിച്ചു നോക്കിയാൽ, ചുറ്റുപാടുള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, രാഷ്ട്രീയമുള്ളവനില്ലാത്തവരൊക്കെ അതെന്താ ഞാനത് കുറച്ച് കൊടുത്താണ്ട് കിട്ടും. എങ്ങനെയാ ഒരു ഡയലോഗ് വരുന്നു സമൂഹത്തിൽ? സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവിനെ ആർക്കെങ്കിലും വേണോ? അയാളിങ്ങനെ കുറെ കാര്യം പറയും, അയാളെ കൊണ്ട് എന്ത് പറ്റും, അയാൾ പോട്ടെ. അപ്പുറത്ത് അന്യായമായിട്ട് സ്വത്ത് കൂടുന്ന രാഷ്ട്രീയ നേതാവ് ഉണ്ടാവും, അയാളുടെ അടുത്ത് പോകും. അയാളുടെ അടുത്ത് പോയാൽ എന്താ കുറച്ച് കൊടുത്താൽ നമ്മുടെ കാര്യം സാധിക്കും. എങ്ങനെ ചിന്തിക്കുന്നു സമൂഹം? ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളല്ലേ, ഇതിനൊന്നും നിഷേധിച്ചിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ ചിന്താഗതിയാണ് ഇതിനെ സ്വാധീനിക്കുന്നത്. ആ ചിന്താമണ്ഡലത്തിലെ ജീർണത വരുന്നത്, ഇപ്പോൾ ഇവിടെ എടശ്ശേരിയുടെ കവിത പറഞ്ഞു, പലരുടെയും ഉദ്ധരണികൾ നമ്മൾ ഉദ്ധരിച്ചു. പക്ഷെ നമ്മുടെ ചിന്തകളിലേക്ക് ഈ പ്രചോദകമായിട്ടുള്ള ആശയങ്ങളെ തരുന്നില്ല. അത് കേൾക്കാനുള്ളൊരു സന്മനസ്സില്ല. പണ്ട് പത്രങ്ങളിലെ എഡിറ്റോറിയൽ കാണുമ്പോൾ ഇപ്പോഴും ഉണ്ടത്, ഗീതാകാരൻ്റെ വാക്യം ഉണ്ടാവും എഡിറ്റോറിയലിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ സോക്രട്ടീസിൻ്റെ വാചകം ഉണ്ടാവും, വ്യാസൻ്റെ വാചകം ഉണ്ടാവും, മഹാത്മാഗാന്ധിയുടെ വാചകം ഉണ്ടാവും, വിവേകാനന്ദൻ്റെ വാചകം ഉണ്ടാവും. ഇപ്പോഴും അത് പേരിനൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് കൂടുതൽ ആൾക്കാർ വായിക്കുക സന്മനസ്സുള്ളവരുടെ വാചകങ്ങളല്ല, ദുഷ്ടാത്മാക്കളുടെ വാചനങ്ങളെല്ലാവരും വായിക്കുക. ആത്മാവില്ലാത്തവർ പറയുന്ന കാര്യങ്ങളെല്ലാവരും വായിക്കുക. അതാണ് ടി വികളിലെ പോലും ചർച്ചകൾ. ഗഹനമായ ചർച്ചയില്ല, സംവാദമില്ല, സംഭാഷണമില്ല. ഇന്ന് അട്ടഹാസവും ആക്രോശവും ടി വിയിലടക്കം. അപ്പൊ ചിന്തയെ ജീർണിപ്പിക്കലാണ്. ഇതൊക്കെ നമ്മൾ സ്വയം ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം. സാറ് പറഞ്ഞല്ലോ, വിദേശ രാജ്യങ്ങളിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഷെയ്ക്കൻഡാണ് കൊടുക്കുകയെന്ന്. കാപ്പിയും കൊടുക്കും ചെല്ല് കയറുമ്പോൾ, വേണമെങ്കിൽ ദേഷ്കണ്ടെങ്കിൽ ഭക്ഷണവും കൊടുക്കും. ഇവിടെ നേരെ മറിച്ച വാക്കുകൾ കൊണ്ടുള്ള ദുഷ്പ്രയോഗങ്ങളാണ് ഇവിടെ വരിക. എന്നിട്ട് നമ്മളത് സഹിക്കുന്നു. അപ്പം നമ്മുടെ ചിന്താമണ്ഡലത്തിനെ പുഷ്ടിപ്പെടുത്തിയേ പറ്റൂ. നമ്മളെങ്കിലും അവനവനോട് നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത നമ്മളത് കൈമോശം വരാതെ പരിരക്ഷിക്കുക. നമ്മളെ മനുഷ്യനായിട്ട് കരുതുന്നത് പോലെ നമ്മൾ അടുത്തുള്ള ആളി മനുഷ്യനായിട്ട് കരുതുക. അതിൽ ജാതി മത ഭേദ വർണ്ണങ്ങളൊന്നും വേണ്ട. അതാണ് രാഷ്ട്രപിതാവും ദേശീയ നേതാക്കന്മാരും ഒക്കെ പഠിപ്പിച്ചു തന്നത്. ഇന്ത്യയിലെ എല്ലാവിധ ദർശനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു ചിന്താഗതി വളർന്നിട്ടില്ലെങ്കിൽ മൂലധന ശക്തികളുടെ അതിപ്രസരം കൊണ്ട് എല്ലാ സ്ഥാപനങ്ങളും അഴിമതിക്ക് വിധേയമാണ്. ബുദ്ധി കൂടിക്കൂടിക്കൂട്ടി റാങ്കിൻ്റെ പിന്നാലെ പോയി. ഇപ്പം റാങ്കും പോരാണ്ട് A+ൻ്റെ പിന്നാലെ എല്ലാവർക്കും A+, പക്ഷെ ബുദ്ധിയിട്ടില്ലേ. എല്ലാവരും ബിരുദത്തിൻ്റെ പിന്നാലെ നടക്കുക, പക്ഷെ വിവരത്തിൻ്റെ പിന്നാലെ ആരും നടക്കുന്നില്ല. രാജഗോപാലാചാരി പണ്ടില്ലേ അമേരിക്കയിലേക്ക് പോയി, കെന്നഡി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് കെന്നഡിയോട് അഭിമുഖത്തിന് ചോദിച്ചു. അപ്പോൾ 2 മിനിറ്റോ 3 മിനിറ്റോ കൊടുത്തു, വൈറ്റ് ഹൗസിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ ചെന്നിട്ട് വൈറ്റ് ഹൗസിൽ നിന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് 56 മിനിറ്റ് കഴിഞ്ഞിട്ട് രാജഗോപാലി ഇറങ്ങിപ്പോന്നു. അപ്പോൾ എന്തേന്ന് വെച്ചു, ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ രാജഗോപാലാചാര്യയുടെ മകളെയാണ് മഹാത്മാഗാന്ധിയുടെ മകൻ കല്യാണം കഴിച്ചത്. അതായിരുന്നു ആ കാലഘട്ടത്തിലെ പാണ്ഡിത്യം. ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഇന്ന് ഏറ്റവും കുറഞ്ഞ പുസ്തകം വായിക്കുന്നവരാരാണോ അവരാണ് ഏറ്റവും വലിയ നേതാവ്. അതാണ് ഇന്നത്തെ രാജ്യത്തിൻ്റെ സ്ഥിതി. പിന്നെ അഴിമതിയും അനീതിയും അസഹിഷ്ണുതയും അധാർമികതയൊക്കെ വളരാതിരിക്കുമോ? അപ്പോൾ ലത്തീഫിനെ പോലെയുള്ള ആൾ ഇതിൻ്റെയൊക്കെ ചുറ്റി നടുക്ക് നിന്നുകൊണ്ടാണ് ഈ പോരാട്ടം നടത്തിയത്. അതിനൊരു സർഗാത്മകത വേണം, അതിനൊരു സൃഷ്ടി പ്രക്രിയ നടത്താനുള്ളൊരു അഭിനിവേശം ഉണ്ടാകണം. ആ സൃഷ്ടികർമ്മം നടത്താൻ അദ്ദേഹത്തിനെ പ്രചോദിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള ആത്മധൈര്യം തന്നെയാണ്, സമൂഹത്തിനോടുള്ള അടങ്ങാത്ത പ്രതിജ്ഞാബദ്ധതയാണ്. അവരെ ചിലപ്പോൾ ഒറ്റപ്പെടുത്തും, സത്യം പറയുന്നവരെ എല്ലാവരും ഒറ്റപ്പെടുത്തും. സത്യം പറയുന്ന ആൾക്കാരെ പിന്നിലൊന്നും ആരും ഉണ്ടാവില്ല.
അതിപ്പോഴല്ല ക്രിസ്തുദേവൻ്റെയും നബി തിരുമേനിയുടെയും ഒക്കെ വാൽമീകിയുടെയും ഒക്കെ കാലഘട്ടത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടത്. ഇപ്പോൾ പുതിയൊരു സംഭവമൊന്നുമല്ല അത്. സത്യം പറഞ്ഞോ നിങ്ങൾ ഒറ്റപ്പെടും, നുണ പറഞ്ഞോ നിങ്ങളൊപ്പം ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒറ്റപ്പെടാൻ എന്ത് വേണം? ആത്മധൈര്യം വേണം, വിശ്വാസം, ആത്മവിശ്വാസം വേണം, അചഞ്ചലമായ ആശയദൃഢത വേണം. അങ്ങനെയുള്ളവരെ ഒറ്റയ്ക്ക് നടക്കുള്ളൂ. ലോക ചരിത്രം മാറ്റിമറിച്ചത് ഒറ്റയ്ക്ക് നടന്നവരാ, അല്ലാതെ ആൾക്കൂട്ടമല്ല. ഗാന്ധിയെപ്പോലെ ഇത്ര വിമർശിക്കപ്പെട്ട ഒരാൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒറ്റയ്ക്ക് നടന്നു, വേണമെങ്കിൽ വന്നോളൂ. അങ്ങനെ പിന്നാലെ ആൾക്കാർ കൂടി. അങ്ങനെ ഒറ്റപ്പെട്ട് നടന്നവരാണ് ചരിത്രം തിരുത്തി കുറിച്ചത് മുഴുവൻ. ആ ഒറ്റപ്പെട്ട് നടക്കാനുള്ളൊരു ഇച്ഛാശക്തിയാണ് ഇദ്ദേഹം പ്രകടിപ്പിച്ചത് ഈ പുസ്തക രചനയിലൂടെ. ആ ഒറ്റപ്പെട്ട് നടക്കലാണ് സാമൂഹിക പരിണാമത്തിൻ്റെ ചാലക ശക്തിയായിട്ട് പരിണമിക്കുക. KN സാറ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിക്കും, കേട്ടാലും വേണ്ടില്ല കേട്ടില്ലെങ്കിലും വേണ്ടില്ല. പക്ഷെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ കേൾക്കുന്നു ഇത്. പക്ഷെ കേട്ടതിൽ ചിലപ്പോൾ 10%, 20% അത് പ്രായോഗിക മതി. നേരെ മറിച്ച് ഘോരം പ്രസംഗിക്കുന്ന വേറൊരാൾ അപ്പുറത്തുനിന്ന് പ്രസംഗിക്കുമ്പോൾ അത് മുഴുവൻ നുണയാവും പറയുന്നുണ്ടാവുക. അത് കേൾക്കാൻ 10,000-ങ്ങളുണ്ടാകും. ഫാസിസ്റ്റുകൾ അങ്ങനെയാണ് പ്രസംഗിക്കുക, കേൾക്കാൻ ലക്ഷങ്ങളുണ്ടാവും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ലോകത്തെ ഹിറ്റ്ലറുടെ കാലഘട്ടം പോലെ കണ്ടത് ഇന്ത്യയിലും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതല്ല വേണ്ടത്. കേൾക്കുമ്പോൾ ആശയത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വഴിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണത്തിനെ തടഞ്ഞു നിർത്തുന്ന അഴിമതിയെ തടച്ചു നീക്കാൻ പറ്റുക. അഴിമതി എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കൽ മാത്രമല്ല, പലതരത്തിലുള്ള അഴിമതിയുണ്ട്. ഈ സ്വജനപക്ഷപാതവും സ്തുതിപാഠക വൃന്ദവും ഒക്കെ അഴിമതി തന്നെയാണ്. അപ്പം പലതരം അഴിമതികളുണ്ട്. ഇന്ന് പ്രത്യയശാസ്ത്രത്തിനോട് പ്രതിബദ്ധത പുലർത്തിക്കൊണ്ടൊന്നും ആരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല. ഉണ്ടെങ്കിൽ 5-6% ഉണ്ടാവും. ബാക്കിയൊക്കെ ഇന്ന നേതാവ് ഏത് പാർട്ടിയില്ല, എന്നാൽ ഞാനും ആ പാർട്ടിയിൽ. നേതാവിനെയും നോക്കിയിട്ടാണ് ആൾക്കാർ പാർട്ടി ചേരുന്നത്, പല പാർട്ടികളിലും. അതുകൊണ്ട് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിച്ചിട്ട് എത്ര പേര് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്? മാർക്സിസം വായിച്ചിട്ട് എത്ര പേര് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്? ആരുമില്ല. അതൊക്കെ ഒരു വികാരമാണ്, അതൊക്കെ ഒരു ചിന്താപരമായിട്ടുള്ള മുന്നേറ്റമാണ്. അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഈ മൂലധന ശക്തികൾ കൊണ്ടുവന്നിട്ടുള്ള പ്രവണതയാണ് വായിക്കണ്ട, ചിന്തിക്കണ്ട, നിങ്ങളുടെ ചിന്ത ജീർണിച്ചോളൂ, അപ്പം ഞങ്ങൾക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാം. എല്ലാ തുറമുഖങ്ങളും, എല്ലാ വിമാനത്താവളങ്ങളും, എല്ലാ പബ്ലിക് സെക്ടർ ഫേമുകളും ഒക്കെ ഒരാളുടെ കയ്യിലാണ്. ഇന്ത്യയിൽ എങ്ങനെ ഇത്ര അഹങ്കാരം ഉണ്ടാവുന്നൊരു മൂലധന ശക്തിക്ക്? ഏത് സ്വാതന്ത്ര്യം, ഏത് ജനാധിപത്യമാണ് നമ്മൾ ഈ പറയുന്നത്? ഗഹനമായി ആലോചിക്കണം. അതിനൊരു നാന്ദി കുറിക്കാൻ ഈ പുസ്തകം നമ്മളെ സഹായിക്കും. ഞാനതിനെ അദ്ദേഹത്തിന് അനുമോദിക്കാൻ കാരണം ആ പ്രകടിപ്പിച്ചിട്ടുള്ള ധൈര്യത്തിനാണ്. അചഞ്ചലമായൊരു പോരാട്ടമാണത്. ആ പോരാട്ടം ഇനിയും ജീവിതകാലത്തിൽ തുടർന്നുകൊണ്ടിരിക്കണം. ചോദ്യം ചോദിച്ചുകൊണ്ട് മുന്നേറണം. ആൽബർട്ട് ഐൻസ്റ്റീൻ എത്രയോ സർവകലാശാലകളിൽ പോയിട്ട് വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന സമയത്ത് പറയും, നിങ്ങൾക്ക് സംശയം ചോദിക്കുന്നവരൊന്നും ഇല്ലേന്ന് ചോദിക്കും. ചിലരൊക്കെ പറയുന്നുണ്ടോ? അപ്പോൾ പറയും, സംശയം ചോദിക്കാത്ത വിദ്യാർത്ഥികൾ യു ആർ ഓൾറെഡി ഡെഡ്. ചോദിച്ചുകൊണ്ടേയിരിക്കുക, അപ്പം നിങ്ങൾ ജീവനുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. അതാണ് ഇന്ത്യയിലെ 80% ആൾക്കാരും ചെയ്യുന്നത്. ഇങ്ങനെ ഇരിക്കുക, നോ റെസ്പോൺസ്, നോ ഒപ്പീനിയൻസ്. അതിൻ്റെ ഫലമായിട്ട് അഴിമതി വളരുന്നത്, ഈ അനീതിയും അധർമ്മവും വളരുന്നത്. എല്ലാവരും പഠിപ്പിച്ചത് ചോദ്യം ചെയ്യാനാണ്. ആദ്യം ചോദ്യം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സീതയെ കൊണ്ടാണ് ചോദ്യം ചെയ്യിപ്പിച്ച്. തുടർന്ന് ഇങ്ങോട്ട് പലരും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമി ഇതിൽ കൂടെ നടന്നു പോയിട്ട് കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ, കൊടുങ്ങല്ലൂർ അമ്മയുടെ അമ്പലത്തിൽ കയറാൻ പോയപ്പോൾ, തൊഴാൻ പോയപ്പോൾ, എന്താ വിഗ്രഹം? ഭഗവതി. ഓ, എൻ്റെ നാട്ടിലും ഭഗവതിയാണ്, ദുർഗാ ഭഗവതി, ബംഗാളിൽ. അപ്പോൾ പൂജാരി, എന്താ പേര്? നരേന്ദ്രൻ. എന്താ ജാതി? എന്തിനപ്പോൾ ജാതി അറിയണം? അല്ല, ജാതി അറിഞ്ഞാൽ ഇവിടെ കയറാൻ പറ്റും. എന്തൊക്കെ നിങ്ങളുടെ ഭഗവതിയെ തൊഴണ്ടെന്ന് പറഞ്ഞു പോയ ആളാണ്. ആ കേരളത്തിൽ നിന്ന് ജാതിയുള്ളൂ. ഇതൊക്കെ ചിന്തയുടെ ദാരിദ്ര്യം മൂലം സംഭവിക്കുന്ന, ഇവരൊക്കെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഗുരുദേവനടക്കം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജാതിയുടെ എണ്ണാൻ തന്നെ പറ്റില്ല, അത്രയ്ക്കും ജാതിയായി. അപ്പം സോ ടിമിഡ് തിങ്കിങ്. നമ്മളതിൽ നിന്ന് വിമുക്തമാകണമെങ്കിൽ നമ്മൾ ശ്രമിക്കണം. ആ വിമുക്തമാകൽ പ്രക്രിയയാണ് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം. അതിനുള്ള അചഞ്ചലമായ ധൈര്യം നമ്മൾ സംഭരിക്കണം. അതിൻ്റെ ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം. ഏറ്റവും ഉജ്ജ്വലമായ സംസ്കാരം എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നവനെ തന്നെ പോലെ പരിഗണിക്കുക. അതാണ് ഏറ്റവും ഉജ്ജ്വലമായ സംസ്കാരം. ഒരാളാണ് അതിനെക്കുറിച്ച് 10 പേജ് പ്രബന്ധം എഴുതിയിട്ടൊന്നും കാര്യമില്ല.
അടുത്തിരിക്കുന്നവനെ തന്നെ പോലെ പരിഗണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെന്ത് സംസ്കാരം? അപ്പം ആ മാനവിക സംസ്കാരത്തിനെ ചേർത്ത് പിടിക്കാനാണ് ഇദ്ദേഹത്തെ പോലെയുള്ള ഈ ചിന്തകന്മാർ മുഴുവൻ എത്രയോ കാലഘട്ടമായിട്ട് പറഞ്ഞു നടക്കുന്നത്. അത് ഗുരുദേവനിൽ നിന്ന് ആരംഭിച്ചു, അങ്ങനെ പല യുഗപുരുഷന്മാരിൽ നിന്ന് ആരംഭിച്ചു. അപ്പം അത്തരത്തിലുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ ജീവിതത്തിനെ മലീമസമാക്കുകയാണ് ഈ മൂലധന ശക്തികളുടെ പ്രമാണിത്വവും ഈ മതമൗലികവാദ ചിന്തകളും. അതിൻ്റെ രണ്ടിനെയും സമഞ്ജസ സമ്മേളനത്തിന് ആലവട്ടം വീശിക്കൊടുക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടാകുമ്പോൾ അത്തരമൊരു സംവിധാനത്തിനെയാണ് ഫാസിസം എന്ന് ഫാസിസത്തിൻ്റെ പിതാവ് ബെനിറ്റോ മുസോളിനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ട്. ഫാസിസം എന്ന് പറഞ്ഞാൽ മൂലധന ശക്തികളും മതമൗലികവാദികളും സമ്മേളിക്കുമ്പോൾ അതിൽ ഒത്താശ ചെയ്യുന്നൊരു ഗവൺമെൻറ് ഉണ്ടാകുക, അതാണ് ഫാസിസം. അതാണ് ഇപ്പോൾ ലോകത്തിൽ, ഇന്നലെ ഒരു ലേഖനം വായിച്ചു ഹിന്ദുവിൽ, ലോകത്തിലെ 32 രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളാണ്. ലോകത്തിൻ്റെ ചിന്താഗതി തന്നെ. ഇപ്പോൾ ഒരാൾ അണുബോംബ് പൊട്ടിക്കാൻ തയ്യാറായിട്ടിരിക്കുക റഷ്യയിൽ. ഇപ്പം മിനിഞ്ഞാന്ന് പറഞ്ഞ് എപ്പോഴും പൊട്ടിക്കുന്നു, എപ്പോൾ വേണമെങ്കിലും പൊട്ടിക്കാന്ന്. വേറെ ആൾ പറഞ്ഞു ഞങ്ങളെ കൊന്നില്ല, അപ്പം ഞങ്ങൾ കൊന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേലിലെ ആൾ പറഞ്ഞിരിക്കുക, എന്ത് വേൾഡ് കോർട്ട്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഞങ്ങൾ കൊന്നുകൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് പറയുന്നത്. അധികാരത്തിൻ്റെ ഏറ്റവും വലിയ അഹങ്കാരത്തിൻ്റെ മൂർത്തിമദ്ഭാവങ്ങളുടെ കീഴിൽ പണം വലിയ പ്രമാദമായിട്ടുള്ള ഉപകരണമാണ്, ആയുധം വലിയ ഉപകരണമാണ്. ആ പണവും ആയുധവും സമ്പത്തും കൂടി ലോകത്തിൻ്റെ മനുഷ്യൻ്റെ സാധാരണക്കാരൻ്റെ ജീവിതത്തിന് താറുമാറാക്കും. നിയമം 2 പേർക്കും 3 പേർക്കും വ്യത്യസ്ത തരത്തിലാകും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അമർത്യാസൻ പറയുന്നത് പോലെ ഈ അഴിമതിയുടെ ഫലമായിട്ട് ഇപ്പം തന്നെ 40% പേർക്ക് തൊഴിലില്ല. അതിപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമില്ല, പല കാലങ്ങളായി തുടർന്നു വന്ന പ്രക്രിയ. ലോകത്തിലെ ഏറ്റവും അധികം പോഷകാഹാരക്കുറവ് പോലും കുട്ടികൾ മരിക്കുന്ന രാജ്യം ഇന്ത്യ. ലോകത്തിൽ ഒരു മിനിറ്റിൽ ഏറ്റവും അധികം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന രാജ്യം ഇന്ത്യ. ഇതൊന്നും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ എഴുതിയ പുസ്തകമല്ല. ലോകപ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ അമർത്യാസൻ്റെ പുസ്തകങ്ങളിൽ പറയുന്ന കാര്യം, ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ, ഗ്ലോറി ആൻഡ് കോൺട്രഡിക്ഷൻസ് ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകങ്ങളൊക്കെ പരിശോധിച്ചറിയാം. അങ്ങനെ പല ചരിത്രകാരന്മാരും എഴുതുന്നുണ്ട്, താത്വിക ചിന്തകന്മാരും എഴുതുന്നുണ്ട്. സോ വി ഹാവ് ടു നമ്മളോട് ചോദിക്കണം, വാട്ട് ഈസ് ലൈഫ്, എന്താണ് ജീവിതം, എങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് നമ്മളോട് പുലർത്തുന്ന സത്യസന്ധതയുണ്ടല്ലോ, അത് പരമാവധി പുലർത്തുക. ഗാന്ധിജിയുടെ വചനം ഓർക്കുക, നിങ്ങൾ ലോകത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം ആദ്യം നിങ്ങളിൽ ഉണ്ടാക്കുക. എത്ര ദീർഘദർശിത്വത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ അഴിമതി ഒരു നിത്യസംഭവമായിട്ട് കാലാകാലങ്ങളായിട്ട് ആരംഭിച്ചു, ഇപ്പോഴും അത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ അഴിമതിയുടെ സാർവജനീനത പെരുകുന്ന ഈ സമയത്ത് അഴിമതിക്കെതിരായിട്ടൊരു നിലപാടെടുക്കുക എന്നാണ് നമ്മുടെ മുന്നിലുള്ള കടമ. നമ്മളെങ്കിലും അത് ചെയ്യാതിരിക്കുക, അഴിമതിക്ക് കൂട്ടുനിൽക്കാതിരിക്കുക. നിങ്ങൾ ആരുടെ ഭാഗത്ത്, സത്യത്തിൻ്റെ ഭാഗത്തോ അസത്യത്തിൻ്റെ ഭാഗത്ത്? വേറൊരാൾ ചോദിച്ചില്ലേ 90കളുടെ തുടക്കത്തിൽ സദ്ദാം ഹുസൈനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ ഭാഗത്തോ ചെകുത്താൻ്റെ ഭാഗത്തോ എന്ന് ഒരാൾ ചോദിച്ചു, അമേരിക്കൻ പ്രസിഡന്റ്. ആ ചോദ്യമല്ല ഇവിടെ ചോദിക്കേണ്ടത്. ഇവിടെ സത്യത്തിൻ്റെ ഭാഗത്തോ അസത്യത്തിൻ്റെ ഭാഗത്തോ ആണെന്നാണ് ചോദ്യം ചോദിക്കേണ്ടത്. സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നാൽ, ചോദ്യം ചെയ്യാനുള്ള ധൈര്യം വന്നാൽ, ആ ചോദ്യം ചെയ്യലിൻ്റെ ആത്മവീര്യം ഉയർന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ അഴിമതിയെ ഇല്ലാതെയാക്കാൻ പറ്റും. അതിനൊരു രാഷ്ട്ര ഇച്ഛാശക്തി നമ്മളിൽ വളർത്തുക, അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇദ്ദേഹത്തിന് ഇത് എഴുതിയതിന് ഇനിയും ഇങ്ങനത്തെ ഒരുപാട് സത്യങ്ങൾ പുറത്ത് പറയട്ടെ. അങ്ങനെ ജനങ്ങൾക്ക് ഒരു 10% ആൾക്കാരെങ്കിലും ബോധവാന്മാരാകുമെങ്കിൽ അങ്ങനെ ആ ബോധവൽക്കരണത്തിലൂടെ നാടിൻ്റെ നടക്കുന്ന വഴികളിലെ വ്യതിയാനം വരുത്താൻ നമുക്ക് സാധിക്കും. ഇപ്പോഴും ഈ നാട് നിൽക്കുന്നത് 10-20% ആൾക്കാർ സത്യവും സുതാര്യതയും ഉള്ളത് കൊണ്ടാണ് ഈ മഹാരാജ്യം നിലനിൽക്കുന്നത്. ദ ഡിഫിക്കൽറ്റി ഓഫ് ബീയിങ് ഗുഡ് എന്നുള്ളൊരു വലിയ സുപ്രസിദ്ധമായ പുസ്തകമുണ്ട്, ഗുരുചരൺ ദാസ് എഴുതിയിട്ടുണ്ട്. ഡിഫിക്കൽറ്റി ഓഫ് ബീയിങ് ഗുഡ്, മഹാഭാരത കഥ ആനുകാലികമായിട്ട് എഴുതിയിരിക്കുന്ന. നല്ലവനാകാനുള്ള പ്രയാസമാണ് അതിൽ വിവരിക്കുന്നത് മുഴുവൻ. അപ്പോൾ ഇദ്ദേഹം ഈ പ്രക്രിയ നല്ലവനാകുക, ആ നല്ലതിലൂടെ രാജ്യത്തിനെ രക്ഷിക്കുക, സമൂഹത്തിനെ രക്ഷിക്കുക. ഇത്തരം സത്യം പറച്ചിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അതിന് വിരളമായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെങ്കിലും അതിനായിരിക്കും അന്തിമ വിജയം. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യമെന്ന് മാത്രം പറഞ്ഞിട്ട് ശ്രീ ലത്തീഫിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു.